അങ്ങനെ ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ഈ ചുമതലയിൽ വഹിക്കുമ്പോൾ അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വന്നുവെങ്കിൽ അത് ആ പാർട്ടിക്ക് കൂടി ഉത്തരവാദിത്തമില്ലേ? കിരൺ, വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അറസ്റ്റാണ് ഇപ്പം. ഇതുവരെ നടന്നതുപോലെയല്ല. കാരണം ഇതുവരെ നടന്ന അറസ്റ്റുകളൊക്കെ അവരൊക്കെ ഉദ്യോഗസ്ഥരായിരുന്നു. ഇപ്പം എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നെങ്കിലും അയാള് ഈ കമ്മീഷണറായിട്ടിരുന്ന കാലത്ത് ചെയ്ത കുറ്റത്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഇയാളുടെ. അപ്പം പത്മകുമാറിന്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആകുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയും LDF അത് പ്രതിരോധത്തിലായി ആകും. അത് മറ്റൊരു വിഷയം. പക്ഷേ പത്മകുമാർ എന്ന് പറഞ്ഞ ഈ വ്യക്തി ശബരിമലയുമായിട്ട് അയാളുടെ ബന്ധം എന്താണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നതാണ്, അല്ലേ? ഹരിവരാസനം എന്ന് പറയുന്ന അയ്യപ്പനെ പാടി ഉറക്കുന്ന ആ കവിത എഴുതിയിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നാണെന്നാണ് കേൾക്കുന്നത്. അതുപോലെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട പല ബിസിനസ്സുകളും ഒക്കെ ഇവർ ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്യുന്നു എനിക്കറിയില്ല, ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ധനമൊക്കെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഇയാള് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കുക, അവിടെ കാണിക്കയായിട്ട് വരുന്ന എന്തെങ്കിലും അടിച്ചു മാറ്റുകയല്ല, അയ്യപ്പന്റെ ഒരു ഭഗവാന്റെ ശ്രീകോവിൽ ഇളക്കി മാറ്റുക, അതിന് കൂട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ ഇവൻ എത്ര ദ്രോഹിയാണ് ഇവൻ. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന ആ ദേവാലയത്തിന്റെ ശ്രീകോവിൽ ഇളക്കി മാറ്റുന്നതിന്റെ പ്രധാന കണ്ണിയായ ഇവനെ എനിക്ക് പത്തനംതിട്ടയിലുള്ള നല്ലവരായ നാട്ടുകാരോട് ജാതി മത ഭേദമന്യേ പറയാനുള്ളത്, ഇവനെ ആ നാട്ടിൽ ഭ്രഷ്ട് കൽപ്പിക്കണം. ഒരു വീടുകളിലും ഒരു പൊതുസ്ഥലങ്ങളിലും എങ്ങും അടുപ്പിക്കാൻ സമ്മതിക്കരുത്. അത്രയ്ക്ക് നികൃഷ്ട ജീവിയാണിവൻ, മനസ്സിലായില്ലയോ? അത്രയ്ക്ക് നികൃഷ്ട ജീവിയാണിവൻ. ഇവനെ അനുഭവിക്കണം. അതുപോലെ ഈ മോഷണം നടത്തിയവരെല്ലാം കോടതി വിധി പലതും വരും. ഏതായാലും അന്വേഷണം ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് മനസ്സിലാക്കുന്നത്, അന്വേഷണം അതിൻ്റെതായ നേരായ വഴിക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർക്കാരിന്റെ ഇന്റർഫിയറൻസ് ഒന്നും അതിനകത്ത് വരാൻ യാതൊരു സാധ്യതയുമില്ല. പ്രത്യേകിച്ച് കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ശരി, താങ്കളത് ഇപ്പോഴും നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഒരാൾ അറസ്റ്റിലായി എന്ന് കരുതി അയാളെ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല, കുറ്റാരോപിതനായി നിൽക്കുകയാണ് എന്നതുകൂടി ഉണ്ട് അതിൽ. നമുക്കറിയില്ല അയാൾ തെറ്റുകാരനാണോ അല്ലയോ എന്നൊക്കെ. ശ്രീ ബിനു ആണ് കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ബിനു പറഞ്ഞോളൂ. ഇതെന്ന് വെച്ചാൽ ഒരു കാര്യമാണ്, ഒന്നും നടക്കുന്ന കാര്യമല്ല. ഇത് അവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കും. ശ്രീ ബിനു, ഉറക്കം പറയൂ താങ്കൾ. രാജേഷാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ രാജേഷ്, CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്നതല്ലേ? അല്ല, ഇതിനു മുമ്പുള്ള പല കാര്യങ്ങൾ എടുത്താലും ഇതേപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയ ചരിത്രമില്ലേ? നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളീ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. കുറച്ച് കാലം അത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവരെല്ലാം രക്ഷപ്പെട്ട് നമ്മുടെ മുന്നിൽ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, ഈ പത്മകുമാറിനെ പോലെ ഒരു നേതാവ് അറസ്റ്റിലാവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉൾക്കൊള്ളുന്ന പാർട്ടിയെയും ഭരണ സംവിധാനത്തെയും ഒക്കെ സംശയനിഴലിൽ നിർത്തുന്നതല്ലേ? പിന്നെ ഇത് പറയാൻ നാണക്കാരില്ലേ കിരൺ ബാബു? ഈ എൻ വാസുവും നേതാവ് തന്നെയാണ്. അയാൾ പഞ്ചായത്ത് പ്രസിഡന്റായ ആളാണ്, ഇയാൾ MLA ആളാണ്, പാർട്ടി മെമ്പർമാരിൽ ഇവരല്ലോ. ഇതെല്ലാം നമുക്ക് ലജ്ജ തോന്നുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ, ഞാനൊക്കെ ശരിക്കും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെയാണ് ഈ ലോകത്തിൽ. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്ത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തൊലി ഒരിഞ്ഞു പോവാം. യുവമാക്കൾ എന്ത് പറ്റി, ഈ MLA MP ശരിക്കും പരിശോധനാർത്ഥം എന്ത് പറ്റി നിങ്ങളെ പാർട്ടിക്കുന്നുള്ളത്.